എല്ലാവർക്കും ഇൻട്രി എലവേറ്റ് മോണ്ടസോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുസുമഗിരി സ്പെഷ്യൽ സ്കൂളിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ പ്രിൻസിപ്പൽ പദവി അലങ്കരിക്കുന്ന സിസ്റ്റർ സെറീനയാണ്. സിസ്റ്റർ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഇത് പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ കുട്ടികൾ അവരിൽ ഒത്തിരി നന്മയുണ്ട്. പ്രത്യേകമായി ഞങ്ങളുടെ ഒരു കോൺഗ്രിഗേഷനിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപക പിതാവാണ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ. അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കുടുംബത്തിൻ്റെ ഒരു കൈത്താങ്ങായി മാറുക. ആ ഒരു സ്വപ്നം എന്നാലാവും വിധം അത് സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ അവർക്ക് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. അതേസമയം ഒത്തിരിയേറെ കൃത്യമായ ഒരു പരിചരണവും ശ്രദ്ധയും ഒക്കെ ആവശ്യമുള്ള കുഞ്ഞുങ്ങളാണ്. അത് എത്രയും നേരത്തെ അവർക്ക് കൊടുക്കുകയും അവരുടെ കുടുംബത്തിനും അതൊരു സമയം പോകുന്നതനുസരിച്ച് അവരിൽ വ്യത്യാസങ്ങളും വരും. അപ്പോൾ എത്രയും നേരത്തെ കൊടുക്കുന്നതനുസരിച്ചാണ് കുട്ടികൾക്ക് മാറ്റങ്ങൾ വരിക. അപ്പോൾ അത് അവരെ ബോധവൽക്കരിക്കുകയും അങ്ങനെ ഒത്തിരിയേറെ കുട്ടികൾക്കൊരു അവർക്കും അവരുടെ കുടുംബത്തിനും നന്മയിലേക്ക് വരുത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഈ ഫീൽഡ് ഒത്തിരി സന്തോഷമുള്ളൊരു ഫീൽഡാണ്. അവരുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെ അവരെ മനസ്സിലാക്കാനും ഓരോ കുഞ്ഞുങ്ങളും നമ്മളോട് പറയുക നോ മീ ആൻഡ് ടീച്ച് മീ എന്നാണ്. അവരെ മനസ്സിലാക്കി അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. സാധാരണ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ഒരേപോലത്തെ സിലബസുകളെല്ലാം ഫോളോ ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾ ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലെ നമ്മൾ കൈവിരലുകൾ പറയുമ്പോൾ 5 വിരൽ പറയും. മൊത്തത്തിൽ നമ്മൾ വിരലെന്ന് പറയുമെങ്കിലും അത് 5 വിരലും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്. അപ്പോൾ അവരിലുള്ള കഴിവുകളും അവരുടെ പോരായ്മകളും മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പരിശീലനം കൊടുത്താൽ അവരെ സാധിക്കുന്ന വിധത്തിൽ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ നമുക്ക് എപ്പോൾ തൊട്ടിട്ട് തിരിച്ചറിയാൻ പറ്റും? എപ്പോൾ തൊട്ട് നമുക്കതിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും? നമ്മൾ കുട്ടികളെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് അവരെ കളികളിൽ കൂടിയാണ് അവരെ ഒരു കുട്ടിയും ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതലും കളികളിൽ കൂടിയാണ് സ്കിൽസ് ത്രൂ പ്ലേ ആ ഒരു രീതിയിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അത് അവർ ചിലപ്പോൾ അത് റീഡിങ്ങിലാവാം, ചിലപ്പോൾ അത് റൈറ്റിങ്ങിലാവാം, ചിലപ്പോൾ മാത്സിൻ്റെ ഏരിയാസിൽ കണക്കുകളൊക്കെ ആകുമ്പോൾ എല്ലാ ഈ വ്യത്യാസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നോട്ട് ചെയ്യുന്നു. പിന്നീട് അത് നമ്മൾ പേരൻസുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ആ ഒരു ഏരിയയെ ഫോക്കസ് ചെയ്ത് കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുക. ആദ്യമായിട്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കുട്ടീനെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. 1-2 മണിക്കൂർ കൊണ്ട് നമുക്കത് സാധ്യമാവില്ല. അവരുടെ ഒരു നാച്ചുറൽ എൻവയറമെൻറ്റിൽ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മളായിട്ട് റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള ലെവല് ഒരു കറന്റ് ലെവൽ ഓഫ് ഫങ്ഷനിങ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനുശേഷം ആ ഏരിയയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം എന്ന് പറയാം സ്ക്രീൻ അഡിക്ഷനൊക്കെ കൂടി വന്ന സമയമാണ്. ഈ വെർച്വൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അവരുടെ എന്താ പറയുക, അവരുടെ പാരൻസിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും അഡ്വൈസ് ഒന്ന് പറഞ്ഞു തരാമോ? മെയിനായിട്ടും കുട്ടികൾ വിഷ്വൽ ലേണേഴ്സാണ്. ഓട്ടിസം കുട്ടികൾ അധികവും വിഷ്വലി അവർ സീക്കിങ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും ഓഡിറ്ററി ആയതിനേക്കാളും കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വിഷ്വലാണ്. അതുകൊണ്ട് അതിനോട് അവർക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റും ആ ഒരു ഏരിയ അവർക്ക് താല്പര്യമുള്ളതാണ്. പിന്നീട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നെ പേരൻസ് വർക്കിംഗ് ആവാം, വീട്ടിൽ ആളുണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് സ്മാർട്ട് ഫോൺസൊക്കെ കൊടുക്കും. അപ്പോൾ അവർ ആ ഫോൺസ് യൂസ് ചെയ്യുന്നതനുസരിച്ച് പിന്നെ അതൊരു അഡിക്റ്റായി മാറുകയാണ്. അപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്കതൊരു ടൈമിങ് വെച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്താൽ അത് ഉപകാരപ്രദമാണ്. അതേസമയം ഫുൾ ടൈം അതിലേക്ക് ആകുമ്പോഴേക്കും സെൻസറി ഓവർലോഡ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടി കണ്ട് തൊട്ട് അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് പകരം ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് ആ സെൻസറി വഴിയായിട്ട് അവർക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ മൂവ്മെൻറ്റ്സ് ഫാസ്റ്റായിട്ട് വരുന്നു. ഇതൊക്കെ അവരുടെ ബ്രെയിനിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു കുട്ടികൾ പഴയ കാലങ്ങളിലൊക്കെ വീട്ടിൽ നടന്ന് മണ്ണിലും വെള്ളത്തിലും ചെളിയിലും ഒക്കെ ചവിട്ടി മരത്തിലൊക്കെ കയറി അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ വളരുമ്പോൾ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അതേസമയം
ഇപ്പോൾ ഒരു അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ വേറെ ഒരു സ്റ്റിമുലേഷൻസ് ഒന്നുമില്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ഫോണിലൊക്കെ ആകുമ്പോഴത്തേനും അവർ ആ ഒരു ലോകമായിട്ടാണ് അവർ ഫുള്ളി എൻഗേജ്ഡ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ കുട്ടികളെ ഇത് ശാന്തമാക്കാനായിട്ടായിരിക്കും ഈവൻ ഫുഡ് കൊടുക്കുമ്പോൾ പോലും ഫോൺ കൊടുത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ പേരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മീഡിയ ആയിട്ട് വരുമ്പോൾ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ അവരുടെ സംസാരമാണെങ്കിലും പല ഓട്ടിസം കുഞ്ഞുങ്ങളും അവർക്ക് ഈ കാർട്ടൂൺ രീതിയിലാണ് അവർ സംസാരിക്കുക. എന്ന് വെച്ചാൽ ഫുൾ ടൈം അവർ കേൾക്കുന്നതും കാണുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അവർ മെയിനായിട്ടും അവരുടെ സോഷ്യൽ സ്കിൽസിലും കമ്മ്യൂണിക്കേഷനിലും അവരുടെ ബിഹേവിയറിലും ഒക്കെ വ്യത്യാസം വരുന്നെങ്കിൽ 1-2 അതായത് ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ്, സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് എല്ലാം ആവശ്യമാണ്. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം ഒരു പ്രധാന ഘടകമാണ് തീർച്ചയായും. ഒരു കുട്ടിയുടെ എന്താ പറയുക പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റിനും എഡ്യൂക്കേഷനിലും എല്ലാം എന്തൊരു കാര്യം എടുത്ത് നോക്കിയാലും വീട്ടിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാം. അവരിപ്പോഴും കൂടുതലും ഇൻട്രോവേർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? അത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോഷ്യൽ ഇതില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫാമിലി ഗാദറിങ് ഉണ്ടാവും, ഫങ്ഷൻസ് വരും, എല്ലാവരുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീടുകളിലാണെങ്കിലും പേരൻസും സിബ്ലിങ്സും അവരുമായിട്ടുള്ള ഒരു കുറച്ച് സമയമെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയമെങ്കിലും കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ടൈം എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും നമുക്കിപ്പോൾ പ്ലേ ടൈം വരുന്നുണ്ട്, ക്ലാസ് ടൈം, അതിനകത്തെല്ലാം മാറിപ്പോവാതെ അതിനകത്തെല്ലാം ഈ കുട്ടികളെയും കൂടെ ഇൻട്രാക്ട് ചെയ്യിക്കാനായിട്ട്. അതായത് ഓട്ടിസത്തിൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് വെച്ചാൽ സോഷ്യൽ വിഡ്രോവലാണ്. അപ്പോൾ അത് നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചാണ് നമുക്കത് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റർ, അപ്പോൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലെങ്കിൽ എന്താ പറയുക ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൊമെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളുമായിട്ട്, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഇവരിലൊരു മാറ്റം വരുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഒട്ടും സംസാരിക്കാത്ത കുട്ടികൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സൗണ്ട് വരുന്നത് തന്നെ അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കും. അതായത് അവർക്ക് സാധാരണ ഒരു സിറ്റുവേഷനിൽ അതിനുള്ള അവസരം ഉണ്ടാവില്ല. ഒരു സോഷ്യൽ ഫങ്ഷൻ ആകുമ്പോൾ കോമൺ ആയിട്ട് സാധാരണ പള്ളികളിലൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന കുറേ കുട്ടികൾക്ക് നമുക്ക് ഇവിടെ ആയിട്ട് അത് ഓരോ ഏരിയയിലും അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഒരു 3-4 മാസത്തോളം പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്ത്, അത് പേരൻസിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ കുടുംബത്തിൽ അങ്ങനെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ വേറെ ഒരു ഫങ്ഷനും ഇല്ല. അങ്ങനത്തെ ഒരു ഫങ്ഷനിൽ അവർക്കത് ചെയ്യാനായിട്ട് ദൈവം ഒരു അനുഗ്രഹം നൽകി. പിന്നെ ഓരോ കുട്ടിയും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു 70ഓളം കുട്ടികൾ ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് സാധാരണ ജനറൽ സ്കൂളിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഒന്ന് വിടാൻ സാധിക്കുമ്പോൾ അവരൊരു റെഡി ടു സ്റ്റഡി ആ ഒരു ലെവലിലേക്ക് ഇരുന്ന് കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായി, ഒരു സിറ്റിംഗ് ടോളറൻസും വെയിറ്റിങ്ങും ഷെയറിങ്ങും ആ ഒരു രീതിയിൽ അവർ ഇമ്പ്രൂവ് ആയി നമുക്ക് വിടാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്ക് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ നോർമലായിട്ടുള്ള കുട്ടികളായിരിക്കും, IQ ലെവലൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ചില കുട്ടികൾക്ക് ഈ എന്താ പറയുക ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് എപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? കുട്ടികളിൽ ഏത് പ്രായം തൊട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് നമുക്ക് സാധാരണ ഇപ്പോൾ LKG UKGയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒത്തിരി പണ്ടത്തെ കാലം ഒത്തിരി സിലബസുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ സ്റ്റക്കാകുകയാണ്. ആ ഒരു ഏജിൽ തന്നെ നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അവർ പ്രൈമറി ലെവലും ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേനും നമുക്ക് അവരെ സാധാരണ ഇതിലേക്ക് ഹെൽപ്പ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഏർലി ഇൻ്റർവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്.
ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച സിസ്റ്ററിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ ഒരുപാട് കുഞ്ഞു കുട്ടികളുള്ള അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗ്ലിങ് അനുഭവിക്കുന്ന പാരൻസിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു. അത് മാത്രമല്ല, എന്താ പറയുക, ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത് എന്താ പറയുക മഹത്വമേറിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ആൻഡ് ഈ നിങ്ങളുടെ വിലയേറിയ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, ഓരോ കുട്ടികളുടെയും ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയാണ്. അപ്പോൾ അവർ പഠിക്കുന്നില്ല, അവർ സോഷ്യലൈസ് ആവുന്നില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ നല്ലൊരു പാരൻ്റ്, നല്ലൊരു ടീച്ചറാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ.